പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവേ സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. പലയിടത്തും പ്രതിസന്ധി മൂലം പൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണം ഉയരുന്നു. മെനുവിലെ ഇനങ്ങൾ കുറച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ചില ഹോട്ടലുകൾ. അത്യാവശ്യ പാചകത്തിന് വിറകിനെ ആശ്രയിക്കുകയാണ് ചിലർ. മുൻഗണനാക്രമത്തിൽ മാത്രമേ സംസ്ഥാനത്ത് പാചകവാതകം വിതരണം ചെയ്യാവൂ എന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു. ഗോപാൽ ശീലാസനുണ്ട്, നിതിൻ സേവ്യറുണ്ട്, AK അഭിലാഷുണ്ട്, നോബൽ മാരിക്കാരനുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നും തത്സമയം അവർ നമുക്കൊപ്പം ചേരും. ആദ്യം നമുക്ക് രുചിയുടെ തലസ്ഥാനം കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. മാനാഞ്ചിറ പോലീസ് ക്യാൻറ്റീനിൽ എന്താണ് അവസ്ഥയെന്ന് AK അഭിലാഷ് പറയും. ഇത് ഒരു ക്യാൻറ്റീനിലെ മാത്രമല്ല, കേരളത്തിലുടനീളം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ ഹോസ്റ്റലുകളിലെ ക്യാൻറ്റീനുകളുമെല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. 20,000-ഓളം ഹോസ്റ്റലുകൾ ഇന്നും നാളെയുമായിട്ട് അടയ്ക്കും എന്നുള്ള വിവരം വരുന്നു. AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. AK അഭിലാഷ്, എന്താണ് കോഴിക്കോട് മാനാഞ്ചിറയിലെ ക്യാൻറ്റീനിലെ അവസ്ഥ? ഹോട്ടലുകളും പൊതുവെ പൂട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. 50% ഹോട്ടലുകൾ കൊച്ചി നഗരത്തിൽ ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞു. എന്താണ് കോഴിക്കോട് നഗരത്തിലെ അവസ്ഥ അഭിലാഷ്? ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടത് കോഴിക്കോടെ സംബന്ധിച്ച റംലാൻ കാലമാണ്. റംലാൻ കാലമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് അത്തരത്തിൽ രൂക്ഷമായ പ്രതിസന്ധി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോൾ പോലും തുറന്നിരിക്കുന്ന ഹോട്ടലുകളെ ഈ പ്രതിസന്ധി രൂക്ഷമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പോലീസ് ക്യാൻറ്റീനിലുള്ള അടുക്കളയിലാണ്. ഇവിടെ നിൽക്കുന്ന ഇവർക്കുള്ളത് ആകെ 8 സിലിണ്ടറാണുള്ളത്. ആ സിലിണ്ടർ 5 സിലിണ്ടറും ഇതിനകം തന്നെ കാലിയായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സിലിണ്ടറുകൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തീരും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നീക്കം ഇവർ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പരമ്പരാഗതമായ രീതിയിലേക്ക് വിറകടുപ്പുകളെ ആശ്രയിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ അടുപ്പ് പുകഞ്ഞോ എന്നൊക്കെ പഴയ കാലത്ത് ചോദിക്കുമ്പോൾ അത് ദാരിദ്ര്യം കൊണ്ടായിരുന്നു. പക്ഷേ ഇന്നുമ്പോൾ നമ്മൾ ദാരിദ്ര്യമുക്തമാണ്. പക്ഷേ അടുപ്പ് പുകയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പാചകവാതക പ്രതിസന്ധിയാണ്. ഇത് എങ്ങനെ തരണം ചെയ്യാം എന്നതാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പഴയ അടുപ്പ് കൂട്ടി വിറകടുപ്പുകൾ കൂട്ടിക്കൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നീക്കം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിഭവങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് കുറച്ചുകൊണ്ടൊക്കെ അവർ പോകുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത്? വിറകിറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽക്ക് പൂർണ്ണമായിട്ടും വിറകിലേക്ക് മാറേണ്ടി വരും. കാരണം അതല്ലാതെ വേറെ മാർഗ്ഗമല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പരിമിതപ്പെടുത്തിയിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ചിട്ട് അത്യാവശ്യം ഒരു ചോറും കറിയും എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വരും. ബാക്കിയുള്ള ഇന്നലെ തന്നെ ഇപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ മീൽസ് ഒഴിവാക്കിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കുറുമയും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നും അത് നടക്കാത്തതുകൊണ്ട് തൽക്കാലം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓഫീസുകളൊക്കെ കുറച്ച് അവധിയാണ്. വളരെ കുറച്ച് ഭക്ഷണം മതി. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ചോറും കറിയും ഇന്ന് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽക്ക് എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചില ആരോപണങ്ങൾ ഉയർന്നത് പൂഴ്ത്തിവെപ്പുണ്ട്, അതോടൊപ്പം തന്നെ കരിഞ്ചന്തയിൽ ഗ്യാസ് ലഭ്യമാവുന്നു എന്നൊക്കെ പറയുന്നു. അത്തരം അനുഭവം ഉണ്ടോ? അല്ല, നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കരിഞ്ചന്തയിൽ ഉണ്ടാവും. കാരണം മറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കൊക്കെ അല്ലാതെ വേറൊരു മാർഗ്ഗത്തിലൂടെ കിട്ടില്ല. അങ്ങനെ അവർക്ക് നോർമലി സാധാരണ പോലെ കിട്ടുകയാണെങ്കിൽ നമുക്കും കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം മറ്റായിരിക്കും. ഞങ്ങൾക്ക് ആ രീതിയിൽ ഗ്യാസ് ഇവിടെ സപ്ലൈ ഇറക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണം വരുന്നുണ്ട്. കാരണം കരിഞ്ചന്തയിൽ സാധനം ലഭ്യമാവുന്നുണ്ട്, പക്ഷേ ഇവർക്കൊന്നും ലഭ്യമാവുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഗ്യാസ് ലഭ്യമാക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവരുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത്. ഓക്കെ, ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ കാണുമ്പോൾ ഇച്ചിരി ടെൻഷനാ അല്ലേ?